തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM-ന് വിമതൻ. ഉള്ളൂർ വാർഡിലാണ് വിമത സ്ഥാനാർത്ഥി. ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് കെ ശ്രീകണ്ഠനാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. സീറ്റ് ഉറപ്പ് നൽകിയ ശേഷം കടകംപള്ളി സുരേന്ദ്രൻ പിന്മാറിയെന്ന് കെ ശ്രീകണ്ഠൻ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കാണ് ആദ്യം. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അതിനെ പാർട്ടി തീരുമാനിച്ചു. പാർട്ടി ജില്ലാ നേതൃത്വം തീരുമാനിച്ചു. മത്സരിക്കാൻ എന്നോട് രംഗത്തിറങ്ങിക്കോളാൻ, പ്രിപ്പയർ ആയിക്കോളാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രനാണ് വിളിച്ചു പറഞ്ഞത്. ഞാൻ 6 ദിവസം പ്രചരണ രംഗത്തുണ്ടായിരുന്നു. എൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ 6-ാം ദിവസം അപ്രതീക്ഷിതമായിട്ട് 6-ാം ദിവസം വൈകുന്നേരം വാർഡ് കമ്മിറ്റി വിളിച്ചു കൂട്ടി വേറെ ചില നീക്കങ്ങൾ നടത്തി. എന്നിട്ടും 6 ബൂത്തിലെ 4 ബൂത്ത് സെക്രട്ടറിമാർ എൻ്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടി രീതിയും പാർട്ടിയിലില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വാർഡ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവതരിപ്പിച്ച് എതിർപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഇവിടെ അങ്ങനെയല്ല. എന്നെ വ്യക്തിപരമായിട്ട് നേരിടുന്നതിന് വേണ്ടി വ്യക്തിപരമായിട്ട് എന്നോടുള്ള ഇഷ്ടക്കേടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ CPIM-നെ സംബന്ധിച്ച് തലവേദനയാണ്. തിരുവനന്തപുരത്ത് തന്നെയുണ്ട് ഒന്നിലേറെ വിമതർ പലയിടങ്ങളിലായി. ഇത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ്. ഇദ്ദേഹം പറയുന്നത് പ്രചാരണം പോലും തുടങ്ങിയിരുന്നു, തനിക്ക് സീറ്റ് ഉറപ്പാണ് എന്ന തരത്തിലേക്ക് പ്രഖ്യാപനങ്ങളൊക്കെ വന്നതുമാണ്. അതിനുശേഷം ഒരു വ്യക്തിവിരോധം തീർക്കലാണ് നടന്നത്. ഇതാണോ ഇദ്ദേഹത്തിന്റെ ആക്ഷേപം? അനുജ, വ്യക്തിവിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളൂരിലെ സീറ്റ് തനിക്ക് നിഷേധിച്ച് മറ്റൊരാൾക്ക് കൊടുത്തു എന്നതാണ് ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് കൂടിയായ കെ ശ്രീകണ്ഠൻ്റെ ആരോപണം. അവിടെ ഒരു പാർട്ടിയുടെ സാധാരണ അംഗമായ ഒരു നേതാവ് മാത്രമാണ് അവിടെ മത്സരിക്കുന്നത്. ശ്രീകണ്ഠൻ അവിടെ ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായി ദീർഘകാലം പ്രവർത്തിച്ചുമുണ്ട്. പാർട്ടിയുടെ വിവിധ നേതൃശ്രേണിയിലുള്ളവരുമായിട്ടൊക്കെ അടുത്ത ബന്ധവും അവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ആളുമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ പരിചയസമ്പന്നനായ ശ്രീകണ്ഠനോട് മത്സരിക്കാൻ പറഞ്ഞു. അദ്ദേഹം 6 ദിവസമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ശ്രീകണ്ഠനെ മാറ്റി അപ്രതീക്ഷിതമായി പോങ്ങുമ്പോഴുള്ള ഒരു ബേക്കറി സ്ഥാപനം നടത്തുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് എന്നതാണ് കെ ശ്രീകണ്ഠൻ്റെ ആരോപണം. ഇത് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ഒരു അട്ടിമറിയാണ്. ജില്ലാ നേതൃത്വവും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും കാഴ്ചക്കാരായിരുന്നു. പലരെയും പോയി കണ്ട് ഇക്കാര്യത്തിലുള്ള അനോമലി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അവരാരും ചെവിക്കൊണ്ടില്ല. എല്ലാം കടകംപള്ളി സുരേന്ദ്രന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കഴക്കൂട്ടം മേഖലയിലെ സ്ഥാനാർത്ഥി നിർണയമെന്നാണ് ശ്രീകണ്ഠൻ ആരോപിക്കുന്നത്. എന്തായാലും ഇത് പാർട്ടിക്കെതിരായ മത്സരമല്ല, മറിച്ച് പാർട്ടിയിലെ വ്യക്തികൾ എടുക്കുന്ന തെറ്റായ തീരുമാനത്തിനെതിരായ മത്സരമാണ് എന്നാണ് ശ്രീകണ്ഠൻ പറയുന്നത്. കടകംപള്ളിക്കെതിരെ ഇത് ആദ്യമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിമതരായി വരുന്നവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. നേരത്തെ ചെമ്പഴന്തിയിലും സമാനമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് CPIM നടപടിയെടുത്തത്. ഇപ്പോൾ ശ്രീകണ്ഠൻ ലോക്കൽ കമ്മിറ്റി അംഗമായ ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ കെ ശ്രീകണ്ഠൻ ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് സ്ഥാനാർത്ഥിയിലേക്ക് വരുന്നത് CPIM-ന് തലവേദനയായി മാറുകയാണ്. ഇക്കാര്യത്തിൽ എന്താണ് നേതൃത്വത്തിന്റെ പ്രതികരണം? ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് വളരെ ഗുരുതരമായ വിഷയമാണല്ലോ. അതിലെന്താണ് പ്രതികരണം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ അറിയേണ്ടതുണ്ടല്ലോ. ശ്രീജിത്ത്, കെ ശിവൻകുട്ടിയും CPIM ജില്ലാ സെക്രട്ടറി വി ജോയി അടക്കമുള്ള ആളുകൾ ഈ ശ്രീകണ്ഠൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിച്ചവരാണ്. ശിവൻകുട്ടിയുമായി വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ആളാണ് കെ ശ്രീകണ്ഠൻ. അവരൊക്കെ ചെറുവയ്ക്കൽ അടക്കം ഉള്ളൂർ മേഖലയൊക്കെ ആയിട്ട് പണ്ട് മുതലേ അടുത്ത പ്രവർത്തനം നടത്തിയവരാണ്. അപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം ആ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ സുഹൃത്തായ ഒരാൾക്ക് സീറ്റ് നൽകിയത് എന്നതാണ് ശ്രീകണ്ഠനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ആരോപിക്കുന്നത്. ഈ ഉള്ളൂർ വാർഡിൽ 6 ബൂത്തുകളാണുള്ളത്. അതിൽ 4 ബൂത്ത് സെക്രട്ടറിമാർ അടക്കം ശ്രീകണ്ഠൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിച്ചു. എന്നാൽ ഈ യോഗത്തിലേക്ക് ഈ വാർഡ് യോഗങ്ങളൊക്കെ വിളിച്ചപ്പോൾ ആ യോഗത്തിൽ ശ്രീകണ്ഠനെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള നീക്കവും കടകംപള്ളി നടത്തി എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. എന്തായാലും ഇതിന് പോംവഴിയായിട്ടുള്ള ചർച്ചകൾ മറ്റും നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി വി ജോയ് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. എന്തായാലും അത്തരം അനുനയ ചർച്ചകളൊന്നും ഫലവത്തായില്ല. റെസിഡൻസ് അസോസിയേഷനും അവിടുത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരും ശ്രീകണ്ഠൻ മത്സരിക്കണമെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഉള്ളൂർ വാർഡിൽ വിമത സ്ഥാനാർത്ഥിയാവുകയാണ്. CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. കൂടാതെ ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് കൂടിയായ കെ ശ്രീകണ്ഠൻ. അദ്ദേഹം വലിയ പരിഭവത്തിലാണ്. തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പ് നൽകിയിരുന്നതാണ്. അതിനുശേഷം പ്രചാരണ പ്രവർത്തനത്തിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തിവിരോധം തീർക്കുകയായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ശ്രീകണ്ഠൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.